ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ലെബനീസ് ബ്രേക്ക്ഫാസ്റ്റാണ് മനാക്കിഷ്. നല്ല സോഫ്റ്റാണ് ഈ മനാക്കിഷ്, നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ 2 രീതിയിൽ ഞാനിത് ഉണ്ടാക്കുന്നുണ്ട്. ഓവനിലും ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ പാനിലും ഉണ്ടാക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പിസ്സ എന്ന് പറയും. ഇതിന് ടോപ്പിങ്സ് പലതും ഇടാം, പക്ഷെ ഞാനിവിടെ ഉണ്ടാക്കുന്നത് സാത്തർ മനാക്കിഷാണ്. ഈ മനാക്കിഷ് നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കഴിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും വൈകുന്നേരം ചായയുടെ കൂടെ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. മനാക്കിഷ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ മാവ് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണും കൂടെ ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈസ്റ്റ് 1 ടീസ്പൂൺ ചേർക്കണം. പഞ്ചസാര 1 ടീസ്പൂൺ. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് നല്ലതുപോലെ പൊങ്ങി വരും. ഇപ്പോൾ ഈസ്റ്റ് ഇത് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. മൈദ നല്ലതുപോലെ അരിച്ച ശേഷമാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഉപ്പ് 1/2 ടീസ്പൂൺ. ഒലിവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. തൈര്, പുളിയില്ലാത്ത തൈരാണ് 2 ടേബിൾ സ്പൂൺ. കട്ട തൈര് വേണം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ കുഴയ്ക്കുക. ഒരു 10-15 മിനിറ്റെങ്കിലും നല്ലതുപോലെ കുഴയ്ക്കണം. ഇപ്പം മാവ് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി അത് കവർ ചെയ്ത് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി മനാക്കിഷിൻ്റെ മുകളിലിരുന്ന ടോപ്പിക്കാണ് സാത്തർ. ഇത് നമുക്ക് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് 2 വെറൈറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ഗ്രീൻ കളറും ഉണ്ട്, പിന്നെ റെഡ് കളറും ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാത്തർ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണാണ്, ഗ്രീനും അതേപോലെ തന്നെ റെഡും. ഇനി അതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കണം. അത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒത്തിരി കട്ടിയിലിരിക്കരുത്, കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ഒരു രീതിയിൽ വേണം. സാത്തറിലെ മിക്സിനകത്ത് വെളുത്ത എള്ളുണ്ടാകും, ഒറിഗാനോ ഉണ്ട്, ജീരകം, പിന്നെ ഇതിന് സുമാക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ സുമാക്ക് കൂടുതലുള്ളത് റെഡ് കളറുള്ള സാത്തറിലാണ്. അതിന് കുറച്ചും കൂടെ പുളിയുണ്ട്. ആ സുമാക്കിനൊരു പുളിയുള്ള ഒന്നാണ്. അപ്പോൾ എനിക്ക് കൂടുതലും ഫ്ലേവർ തോന്നിയത് റെഡ് കളറുള്ള സാത്തറാണ്. ഗ്രീനും നല്ലതാണ്. രണ്ടിനും കുറച്ച് ചെറിയൊരു പുളിയുടെ വ്യത്യാസം, ചെറിയൊരു ഫ്ലേവർ വ്യത്യാസം രണ്ടിനും തോന്നുന്നുണ്ട്. ഇത് മാറ്റി വയ്ക്കും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് 4 മനാക്കിഷാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4ആയിട്ട് കട്ട് ചെയ്യുവാണ്. ഇത് കനം കുറച്ച് പരത്തണം.
ഈ ഒരു കട്ടിയിൽ മതി പരത്താനായിട്ട്. ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് അത് പരത്തിയിരിക്കുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് 20 മിനിറ്റ്. ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഇനി നമ്മൾ പരത്തി വെച്ച മാവ് എടുത്തിടാം. കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കും. ബാക്കിയുള്ള മാവ് ഇതേപോലെ തന്നെ പരത്തിയെടുക്കണം. അത് ഞാൻ പാനിൽ ചുട്ടെടുക്കാനാണ് പോകുന്നത്. ഇത് പരത്തിയിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു തുണിയോ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കാം. ഒരു 10 മിനിറ്റ് അങ്ങനെ വയ്ക്കണം. ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ തന്നെ പരത്തിയെടുത്തിട്ട് കവർ ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ ഓവനിൽ വയ്ക്കാൻ പോകുന്ന മാവാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സാത്തർ കുറച്ചെടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു ബൗളിൽ നിന്ന് ഞാൻ മിക്സ് ചെയ്ത് വെച്ചാൽ 2 മനാക്കീഷിനുള്ള ടോപ്പിംഗാണ്. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു ഇതിൽ സ്പ്രെഡ് ചെയ്യുകയാണ് മുകളിൽ വശത്ത്. ഇത് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഓവനിൽ ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യണം. 10 മിനിറ്റ് കഴിയുമ്പോൾ ചെക്ക് ചെയ്യണം വെന്തോ ഇല്ലയെന്ന്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കണം. ഇത് പാനിലുണ്ടാക്കാൻ പോകുന്ന മനാക്കീഷ് ആകുമ്പോൾ പാൻ ഞാൻ ചെറിയതായിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വയ്ക്കേണ്ട, ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഞാൻ പരത്തി വെച്ച മാവെടുത്ത് ഈ പാനിലേക്ക് ഇടാം. നമ്മൾ ചപ്പാത്തിയൊക്കെ മറിച്ചിടണം പോലെ 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിടണം. ഇപ്പോൾ 2 സൈഡ് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് സാത്തർ കുറച്ചെടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഒരു ബൗളിലുള്ള സാത്തറിൽ നിന്ന് 2 മനാക്കീഷ് നമുക്ക് ഉണ്ടാക്കാം. ആ ഒരു അളവിലാണ് ഞാനത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ഒലിവ് ഓയിലൊക്കെ ഒന്ന് തിളച്ച് വെണ്ണ പോലെ തോന്നും. ഒരു തിള പോലെ അതിനകത്ത് നിന്ന് വരും, ബബിൾസൊക്കെ വരും. ആ സമയമാകുമ്പോൾ അത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം പാനിലെ മനാക്കീഷ്. ഇനി അടുത്ത മനാക്കീഷിനുള്ള മാവ് പരത്തിയത് നമ്മൾ ഇടുമ്പോൾ പാനിൽ ഒലിവ് ഓയിലോ അതേപോലെ സാത്തറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചിട്ട് വേണം പാനിലേക്ക് ഇടാനായിട്ട്. ഇതേപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് വെന്തെന്ന് മനസ്സിലാവുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സാത്തറും ഇടാം. ഓവനിൽ ബേക്ക് ചെയ്ത മനാക്കീഷ് സോഫ്റ്റാണ്. പടിഭാഗമൊക്കെ നല്ലപോലെ ബേക്കായിട്ടുണ്ട്. പക്ഷെ പാനിലുണ്ടാക്കിയത് മനാക്കീഷാണ് കുറച്ചും കൂടെ സോഫ്റ്റ്.